നൈറ്റിന് വേണ്ടി മാത്രം ഒരുക്കി ചെയ്യുന്ന ഒരു നേഴ്സറിയാണ് നമ്മുടെ ഈ ഒരു മുളമുൾ ഗാർഡൻ എന്ന് പറയുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ നേഴ്സറി ഇല്ല. നൈറ്റായിട്ട് ചെയ്യുന്ന നേഴ്സറി അടിപൊളിയാണ്, നൈസാണ്. ചേട്ടൻ എവിടെയെങ്കിലും കാണിച്ചാൽ പറ്റും ഇത്രയും തിളക്കത്തോടെ നിൽക്കുന്ന ഒരു CC പ്ലാന്റ്. ഇതൊക്കെ ഇത്രയും ക്വാളിറ്റിയിൽ ഈ റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ എങ്കിലും കിട്ടത്തില്ല. പാലാച്ചിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആംബിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റമാണ് ഫൈക്കസ്. അത് ഏകദേശം ഒരു 45 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഒരുപാട് പേരും ബോൺസായി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, റേറ്റ് എന്ന് പറഞ്ഞാൽ അന്യ റേറ്റാണ്, തൊടാനൊക്കെ. ഇപ്പോൾ എല്ലാം വായുമലിനീകരണം കാര്യങ്ങളൊക്കെയാണ്. സോ ആ ടൈമിൽ നമുക്ക് വീടിനകത്ത് ഓക്സിജൻ സപ്ലൈയും അതുപോലെ തന്നെ ഒരു ഫ്രഷ് എയർ കിട്ടാനും ഏറ്റവും നല്ല ഐറ്റമാണ്. ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് കലാത്തി ലൂട്ടിയ എന്ന് പറയുന്നത്. ചേട്ടാ, അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് ആയാലും എല്ലാം നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഗാർഡനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വില കുറച്ച് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ചേട്ടാ, നമ്മുടെ ഒരു നൈറ്റ് ആംബിയൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് 90% ആൾക്കാർ. അപ്പോൾ നമ്മുടെ നൈറ്റിന് വേണ്ടി മാത്രം ഒരുക്കി ചെയ്യുന്ന ഒരു നേഴ്സറിയാണ് നമ്മുടെ ഈ ഒരു മുളമുൾ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബൊഗെയിൻവില്ല സീസണാണ് പറയേണ്ട കേട്ടോ. അത്യാവശ്യം അടിപൊളിയാണ്, നൈസാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് അതല്ല കുറച്ച് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ കഫേ എക്സ്പി ഉണ്ട്. കഫേ എക്സ്പിയിൽ വന്നിട്ട് നമുക്ക് ചായ വേണമെങ്കിൽ കുടിക്കാം. നിങ്ങൾക്ക് നല്ല ലോഡഡ് പ്രൈസോ അങ്ങനെ എന്തൊക്കെ ഐറ്റങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ നേഴ്സറി ഇല്ല. നൈറ്റായിട്ട് ചെയ്യുന്ന നേഴ്സറി ഇല്ല. നമ്മുടെ ഈ മുളമുൾ ഗാർഡൻ മാത്രമേ ഉള്ളൂ.